My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 364 എപ്പിസോഡിൽ കൽക്കേറിയ സിലിക്കേറ്റ് എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. പർട്ടിക്കുലർ സിംപ്റ്റംസോടെ വരുന്നത് വായുമായിട്ട് ബന്ധപ്പെട്ടത്, മുഖവുമായി, തൊണ്ടയുമായി, ഉദരവുമായി, വയറുമായി, വയറിലത്തിൻ്റെ കരളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ. കരളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ലക്ഷണങ്ങൾ നമ്മളുടെ പല ഔഷധങ്ങളിലും ഉള്ളതുപോലെ തന്നെ കരളിൻ്റെ ഇന്നിപ്പോൾ അവസാനം കരൾ മാറ്റിവെക്കുക എന്നൊക്കെ പറയുന്ന 1 കോടി രൂപയൊക്കെയാണ് അതിൻ്റെ ചിലവ് വരുന്നത്. പിന്നെ അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാട്, മാച്ച് ചെയ്ത് കിട്ടാനുള്ള പാട്, ഇത്രയ്ക്കോ ബുദ്ധിമുട്ടുകളാണ്. കരൾ വലുതാകൽ, കരൾ കട്ടിയാകൽ, കരളിൽ വേദന, പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാൻ വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ പൊതുലക്ഷണങ്ങൾ യോജിക്കുകയാണെങ്കിൽ, രോഗിയുടെ ജനറൽ കണ്ടീഷൻസും അതിൻ്റെ മൊഡാലിറ്റീസൊക്കെ യോജിക്കുകയാണെങ്കിൽ ഏത് കരളിൻ്റെ അവസ്ഥയും ഹൃദയത്തിൻ്റെ അവസ്ഥയും തലച്ചോറിൻ്റെ അവസ്ഥയും ഒക്കെ അത് വേണ്ട രീതിയിൽ അത് സൗഖ്യപ്പെടുത്തിക്കൊള്ളും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ശരിയായി അറിഞ്ഞ് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് ഹോമിയോപ്പാത്തിൻ്റെ വലിയൊരു ധർമ്മം. ജനങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യരംഗത്ത്. ഒരു ചെറിയൊരു പനി വന്നാൽ പോലും ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ചികിത്സ കിട്ടാത്തൊരവസ്ഥ അധികം വൈകാതെ ഇവിടെ വരും. അപ്പോൾ വാസ്തവത്തിൽ ഹോമിയോപ്പതിക് സമൂഹത്തിൻ്റെ മുന്നിലുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അതിന് നമ്മൾ സന്നദ്ധരാകണമെങ്കിൽ ആ വിഷയത്തിൽ നല്ല ഗ്രാഹ്യം, നല്ല ആഴത്തിലുള്ള അറിവ് നേടണം. അതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം പുസ്തകങ്ങളുടെ വായനയും പഠനമൊക്കെ. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ദ ഫേസ് ഇസ് വെരി പെയിൽ ആൻഡ് ഏർത്തി കളർ, ലിപ്സ് ബ്ലൂയിഷ് ആൻഡ് ക്രാക്ഡ്. മുഖം വല്ലാതെ വിളറിയിരിക്കുന്നു, മണ്ണിൻ്റെ നിറം വരുന്നു. ചുണ്ടുകൾ നീലിച്ച് വിണ്ടുകീറി. ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പറയപ്പെടുന്നൊരു കാര്യമാണ്. രക്തസംക്രമണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റെഡ് ഫേസ് ഡ്യൂറിങ് ഹെഡേക്ക്, തലവേദന സമയത്ത് മുഖം ചുവന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെയും കണ്ടാണ് മുഖം കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് തലവേദനയ്ക്കുള്ള ഇന്നൊരു ഔഷധമായിരിക്കുമെന്നൊന്നും മുൻവിധി ഉണ്ടാകരുത്. സർക്കംസ്ക്രൈബ്ഡ് റെഡ് ചീക്സ്, ഡ്രൈനെസ് ഓഫ് ദ ലിപ്സ്, മുഖത്ത് ചുവന്ന പാടുകൾ, ചുണ്ടുകൾ വരണ്ടിരിക്കുന്നു. ഇറപ്ഷൻസ് ഓഫ് ദ ഫേസ്, ചീക്സ്, ചിൻ, ഫോർഹെഡ്, ലിപ്സ്, ഓൺ ദ നോസ് ആൻഡ് അറൗണ്ട് ദ മൗത്ത്. മുഖത്തിൻ്റെ ഏണ്ട എല്ലാ ഭാഗങ്ങളിലും പരുക്കൾ, കുരുക്കൾ ഒക്കെ വരുന്നുണ്ട്, എല്ലാ ഭാഗത്തും വരുന്നുണ്ട് മുഖത്തിൻ്റെ. ആക്നെ, ബോയിൽസ്, കൊമഡോൺസ്, എക്സീമ, ഹെർബ്സ്, പിമ്പിൾസ്, സ്കാർഫി ഇറപ്ഷൻസ് ഓൺ ദ ഫേസ്. എല്ലായിടത്തും മറ്റു പ്രശ്നങ്ങൾ, വരട്ടിയോറി, ചെതുമ്പൽ പോലെ, പൊള്ളി വീർത്തിരിക്കുന്ന പോലെ, മുഖക്കുരുക്കൾ ഒക്കെ എല്ലാം മുഖത്തുണ്ട്. മുഖം വളരെ വളരെ ദുർഘടം പിടിച്ച അവസ്ഥകളാണ് മുഖത്ത് പ്രകടിതമാകുന്നത്. ദ ഫേസ് ഇസ് ഹോട്ട് ആൻഡ് റെഡ്, ചെമന്ന് ചൂടായിരിക്കും. ചെമന്ന നിറം, ചൂട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിലെ കൽക്കേറിയ കോമ്പണന്റിലൂടെ അതിൻ്റെ അക്യൂട്ടായിട്ടുള്ള ബെലഡോണയിലേക്ക് നമുക്കൊരു എത്തിനോട്ടം നടത്താവുന്നതാണ്. ഒരു ഓർമ്മ, അതിൻ്റെ ചില ഓർമ്മകൾ വരുന്നു. ഇൻഫ്ലമേഷൻ ആൻഡ് സൂപ്പറേഷൻ ഓഫ് ദ പരോട്ടിഡ് ഗ്ലാൻഡ്, പെയിൻ ഇൻ ഫേസ് ഫ്രം കോൾഡ് ബെറ്റർ ബൈ വാംസ്. പരോട്ടിഡ് ഗ്രന്ഥികളിൽ വീക്കം, വിങ്ങ്, പഴുത്ത് വീർത്തു വരലൊക്കെ ഉണ്ട്. മുഖത്ത് തണുപ്പടിക്കാൻ നേരത്തെ വേദന, ചൂടുകൊണ്ട് അതിൻ്റെ ശമനം, അതിൻ്റെ പൊതു അവസ്ഥ. ദ പെയിൻസ് ഓഫ് ദ ഫേസ് ആർ ബോറിംഗ്, ഡ്രോയിങ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ്. മുഖത്ത് ഇത്തരം പ്രയാസങ്ങൾ കൂടാതെ എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. പെർസ്പിറേഷൻ ഓഫ് ദ ഫേസ് ആൻഡ് സ്കാൽപ്പ്, മുഖവും തലയോട്ടിയും വല്ലാതെ വിയർക്കുന്നു. ആ ഭാഗത്ത് മാത്രം വിയർപ്പ് വരുന്ന അസാധാരണമായൊരവസ്ഥ. സ്വെല്ലിംഗ് ഓഫ് ഗ്ലാൻഡ്സ്, സ്വെല്ലിംഗ് ഓഫ് ദ പരോട്ടിഡ് ആൻഡ് സബ്മാക്സിലറി ഗ്ലാൻഡ്സ്. സബ്മാക്സിലറി ഇറ്റാലിക്സിലാണ്. മുഖത്തുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥികളിലൊക്കെ വീക്കവും കല്ലിക്കലും ഒക്കെ ഉണ്ട്. മ്യൂക്കസ് മെംബ്രെയിൻസ് ഓഫ് മൗത്ത് കവേർഡ് വിത്ത് അഫ്ത ആൻഡ് ദ ഗംസ് ബ്ലീഡ്. വായിലെ ശ്ലേഷ്മസ്തരങ്ങൾ, വായിലെ സ്ഥലങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു വ്രണങ്ങൾ വരുന്നു. മോണയിൽ നിന്നും രക്തമൊലിക്കുന്നു. ദ ടങ് ഈസ് കോട്ടഡ് വൈറ്റ്, ദ മൗത്ത് ഈസ് വെരി ഡ്രൈ. നാവിൽ വെളുത്ത ആവരണം വരുന്നു, വായ വല്ലാതെ വരണ്ടിരിക്കുന്നു. ബട്ട് അറ്റ് ടൈംസ് കോപ്പീസ് മ്യൂക്കസ്, വായ വരണ്ടാണെങ്കിൽ ചില സമയത്ത് വല്ലാതെ കഫമൊക്കെ വായിൽ വന്ന് വഴുവഴുപ്പുള്ള ദ്രാവകം വായിൽ വന്ന് നിറയും. ഒഫൻസീവ്, ഈവൻ പ്യൂട്രിഡ് ഓഡർ ഫ്രം മൗത്ത്, ദുർഗന്ധം, വായുവിൽ നിന്ന് ചീഞ്ഞ ദുർഗന്ധം വരുന്നു.
ദ ടങ് ഈസ് വെരി സോർ, സലൈവ ഈസ് കോപ്പിയസ് ആൻഡ് സ്പീച്ച് ഈസ് ഡിഫിക്കൽട്ട്. അപ്പോൾ നാവിൽ വലിയ നൊമ്പലം, വായിൽ ഉമിനീരമെന്ന് പറയുമ്പോഴേക്കും സംസാരം സ്വാഭാവികമായിട്ടും പ്രയാസത്തിലാവും, നല്ല പ്രയാസമുണ്ട്. സ്വോളൻ കംസ് ആൻഡ് ടങ്, മോണയും നാവും എല്ലാം വിങ്ങിയിരിക്കുന്നു. ബാഡ് ടേസ്റ്റ്, ആൽക്കലൈൻ, ബിറ്റർ ഇൻ ദ മോർണിംഗ്, മെറ്റാലിക്, പ്യൂട്രിഡ്, സോർ. വായിലും എല്ലാത്തരം ദുസ്വാദുകളും, പൊള്ളലിൻ്റെ സ്വാദ്, കയ്പ് ഒക്കെ പ്രഭാതത്തിൽ, മെറ്റാലിക് ടേസ്റ്റ്, പ്യൂട്രിഡ്സ് ചവർപ്പുള്ളത്, അഴുകിയത് ഒക്കെ എല്ലാത്തരം രുചികളുമായിരുന്നു. ടേസ്റ്റ് ഈസ് സംടൈംസ് വാണ്ടിങ്, ചില നേരത്ത് രുചി വായിൽ കിട്ടാത്ത അവസ്ഥയുണ്ടാകാം. അൾസറേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ, ലോവർ ലിപ്പ് on left side, stinging, smarting, splinter-like pain, spreading, painful to pressure, lardaceous, inflamed edges. Small ulcer appeared on right side. വായിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. വായിലെ ശ്ലേഷ്മസ്ത്രങ്ങളിൽ വ്രണങ്ങൾ, ചുണ്ടിൽ താഴെ, അധരം അവിടെ വ്രണങ്ങൾ, ഇടതുവശത്ത് വ്രണം, കുത്തുന്ന, പൊള്ളുന്ന, നീറ്റുന്ന വേദന, കമ്പ് കയറിയിരുന്നാൽ നിന്നുള്ള വേദന, വേദന പരക്കുന്നു, മർദ്ദമേൽക്കുമ്പോൾ വേദന ഉണ്ടാകുന്നു, കട്ടിയുള്ള ഈ വ്രണങ്ങളുടെ ബേസിലൊരു വളരെ ചീസ് പോലെ കട്ടിയിൽ, വക്കുകളിൽ വീക്കം, സ്മോൾ അൾസർ അപ്പിയർ ഓൺ റൈറ്റ് സൈഡ്, വലതുവശത്ത് കൊച്ചു കൊച്ചു വ്രണങ്ങൾ ഉണ്ടാകുന്നു. വ്രണങ്ങളും പലതരത്തിൽ ചെറുതും വലുതും പടരുന്നതും ഒക്കെ ഉണ്ടെന്ന് അർത്ഥം. ദ ടീത്ത് ബിക്കം ലൂസ് ആൻഡ് ഫീൽ ആസ് ടു ലോങ്. അപ്പം പല്ലുകൾ ഇളകിയിട്ട് പല്ലുകൾ നീണ്ടു വരുന്ന പോലുള്ള തോന്നലാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. കേരീസ് ഓഫ് ദ ടീത്ത്, പല്ലുകളിൽ പോട് ദ്രവിച്ചു പോയിരിക്കുന്നു. പെയിൻ ഇൻ ദ ടീത്ത് അറ്റ് നൈറ്റ്, രാത്രിയിൽ പല്ലുവേദന. ദ ടീത്ത് ആർ വെരി സോർ വെൻ മാസ്റ്റിക്കേറ്റിംഗ്, പെയിൻ വേഴ്സ് ഫ്രം കോൾഡ് എയർ, ഫ്രം എനിത്തിങ് കോൾഡ് ഇൻ ദ മൗത്ത് വൈൽ ഈറ്റിംഗ്, ആഫ്റ്റർ സ്ലീപ്പ്, ബെറ്റർ ഫ്രം എക്സ്റ്റേണൽ വാംത് ആൻഡ് വാം തിങ്സ് ഇൻ ദ മൗത്ത്. പല്ലുവേദന എത്ര തരത്തിലാണ്. വേറെ സ്പർശിക്കുമ്പോൾ പല്ലുവേദനയുണ്ട്, ചവക്കുമ്പോഴുണ്ട്, തണുത്ത വായു അടിക്കുമ്പോൾ പല്ലുവേദനയുണ്ട്, വായിൽ തണുത്ത എന്ത് ചെന്നാലും വേദനയുണ്ട്, തിന്നുമ്പോൾ, ഉറങ്ങുമ്പോൾ, ബാഹ്യമായി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ വേദനയ്ക്ക് ശമനമുണ്ട്. ചൂടുള്ള സാധനം വെള്ളമല്ലോ വായിൽ കൊണ്ടാലും ശമനമുണ്ട്. നമ്മുടെ ഈ പല്ലുവേദനയ്ക്ക് കുറേ സ്റ്റോക്ക് മരുന്നുകളുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ചിലപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് സുഖപ്പെടാത്ത അവസ്ഥ വരും. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരം ഔഷധങ്ങളായിരിക്കും. സാധാരണ വരാത്ത എത്രയോ ഔഷധങ്ങൾ പല്ലുവേദന വരുന്നു. അപ്പോൾ വേറൊരു പല്ലുവേദനയാണെങ്കിലും നമ്മൾ ഒരു ബെഡ് സൈഡ് പ്രിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊന്ന് കൊടുത്ത് അതുകൊണ്ട് സൗഖ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് അതിൻ്റെ കേസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ദ പെയിൻസ് ആർ ബോറിംഗ്, ഡിഗിങ്, ഡ്രോയിങ്, ജേർക്കിംഗ്, പിയേഴ്സിങ്, പ്രസ്സിങ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ്. പല്ലുവേദന എല്ലാ തരത്തിലും ഉണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ത്രോട്ട്, ഫാരിങ്സ് ആൻഡ് ടോൺസിൽസ് വിത്ത് ഡ്രൈനെസ് ആൻഡ് റെഡ്നെസ്, കോൺസ്റ്റന്റ് എഫർട്ട് ടു ക്ലിയർ ദ ത്രോട്ട്, വേഴ്സ് ഇൻ ദ മോർണിംഗ്. തൊണ്ടയിൽ വീക്കം, ശ്വാസനാളത്തിൽ, ടോൺസിൽസിൽ ഒക്കെ വീക്കം, ഒപ്പം വരണ്ട അവസ്ഥയുണ്ട്, ചെമന്ന നിറമുണ്ട്, തൊണ്ട ഇങ്ങനെ കണ്ടശുദ്ധി വരുത്തി എപ്പോഴും ഇങ്ങനെ ചുമച്ചും കാർക്കിച്ചും ഒക്കെ കണ്ടശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കണം. പ്രഭാതത്തിൽ കൂടുതലാണത്. ടെനേഷ്യസ് മ്യൂക്കസ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ ഇങ്ങനെ കഫം വന്നിട്ട് വിട്ടു പോകുന്നില്ല, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ. ലംബ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിലൊരു കല്ലിപ്പുള്ളത് പോലെ. മച്ച് പെയിൻ ഇൻ ദ ത്രോട്ട് ഓൺ ബിക്കമിങ് കോൾഡ്, ഓൺ കോഫിംഗ്, ഓൺ സ്വോളോയിങ്. തണുപ്പടിക്കാൻ നേരത്ത് വിഴുങ്ങുമ്പോൾ ചുമക്കുമ്പോഴൊക്കെ തൊണ്ടയിൽ വല്ലാതെ വേദന. സം പെയിൻ ഇൻ ദ ബേണിംഗ്, സ്പ്ലിൻഡർ ലൈക്ക് പെയിൻ ഓൺ സ്വോളോയിങ്. ചില വേദനകൾ പൊള്ളുന്ന പോലെയാണ്, ചിലതിൽ കമ്പൊക്കെ കുത്തിയിരിക്കുന്ന പോലുള്ള വേദന വിഴുങ്ങുമ്പോൾ. സ്റ്റിച്ചിങ് പെയിൻ ഓൺ സ്വോളോയിങ്, സ്വോളോയിങ് ഈസ് ഡിഫിക്കൽട്ട്. വിഴുങ്ങാൻ നേരത്ത് കുത്തുന്ന പോലെ തുന്നുന്ന പോലെയൊക്കെയുള്ള വേദന, വിഴുങ്ങൽ വലിയ പ്രയാസം. ടോൺസിൽസ് ആൻഡ് ഉവ്യൂല സ്വോളൻ, ടോൺസിലുകളും കുറുനാവും വിങ്ങിയിരിക്കുന്നു. അൾസറേഷൻ ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ വ്രണങ്ങൾ. പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ സെർവിക്കൽ ഗ്ലാൻഡ്സ്, സെർവിക്കൽ ഗ്രന്ഥികളിൽ വേദന, വീക്കം. ഇൻറ്റുറേഷൻ ഗ്ലാൻഡ്സ് ഓഫ് ദ നെക്ക്, കഴുത്തിലെ ഗ്രന്ഥികളിൽ കല്ലിപ്പ്, വീക്കം ഒക്കെ ഉണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് ഗോയിറ്റർ, തൊണ്ടമുഴ, ഗോയിറ്റർ, തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇതിനെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൈറോയിഡിനെ സുഖപ്പെടുത്താൻ, തൈറോയിഡ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കറിയുപ്പിൽ അയഡിൻ ചേർക്കുക എന്നുള്ളത് നിർബന്ധിതമാക്കി. വ്യാവസായിക താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും ചേർന്ന് ഉണ്ടാക്കിയ കാര്യമാണ്. ഇന്നിപ്പോൾ എന്ത് പറ്റി? തൈറോയ്ഡ് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യ ഈ ലോകത്തില്ലെന്നുള്ള അവസ്ഥയിൽ. പക്ഷെ നമ്മൾ എത്രയോ ഔഷധങ്ങളാണ് ഉള്ളത്. എ ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി ഇൻ ദ സ്റ്റൊമക്ക്, ഉദരത്തിൽ, വയറ്റിൽ അല്ലാതെ ഉത്കണ്ഠ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഉത്കണ്ഠ പലപ്പോഴും ഹൃദയത്തിലും നെഞ്ചിൻ്റെ ഭാഗത്തും വയറിലും അനുഭവപ്പെടാം.
The appetite is at first increased, then ravenous, and finally wanting, with aversion to food, especially to meat and milk. അപ്പോൾ ആദ്യം വിശപ്പ് കൂടും, പിന്നെ അമിതമായ വിശപ്പാവും, പിന്നെ വിശപ്പ് ഇല്ലാതെയാവും, ഭക്ഷണത്തോട് അനിഷ്ടം, വിരക്തി വരും. വിശേഷിച്ചും ഈ വിരക്തി എന്തിനോടാണ്? മാംസത്തോടും പാലിനോടും. മാംസവും പാലും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം. പക്ഷേ പാശ്ചാത്യ നാടുകളിൽ വിശേഷിച്ചും തണുപ്പ് കാലത്തൊക്കെ വലിയ പ്രയാസമായിരിക്കും. സം പ്രൂവേഴ്സ് ഡിസയർ സോർ ഡ്രിങ്ക്സ് ആൻഡ് മിൽക്ക്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട് അതിൽ. ചില പ്രൂവർമാർ ചവർപ്പുള്ള സാധനങ്ങളോടും പാലിനോടും താല്പര്യം, ഒരു വല്ലാത്ത താല്പര്യം കാണിക്കുന്നുണ്ട്. സെൻസേഷൻ ഓഫ് കോൾഡ്നെസ് ഇൻ ദ സ്റ്റൊമക്ക്, സെൻസേഷൻ ഓഫ് എംപ്റ്റിനെസ് നോട്ട് റിലീവ്ഡ് ബൈ ഈറ്റിംഗ്. വയറ്റിൽ തണുപ്പിൻ്റെ അനുഭവം, വയർ കാലിയായിരിക്കുന്ന പോലെ, പക്ഷേ ആഹാരം കഴിച്ചാൽ കാലിയുടെ അനുഭവം മാറുന്നുമില്ല. സിങ്കിങ് സെൻസേഷൻ ദ പിറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്, അടിവയറ്റിൽ ഇങ്ങനെ കാലിയായിട്ട് ഇങ്ങനെ താഴേക്ക് ഇടിയുന്ന പോലെ. ഇറക്ഷൻസ് ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ ഈറ്റിംഗ്, ബിറ്റർ എംപ്റ്റി, ടേസ്റ്റിംഗ് ലൈറ്റ് ഫുഡ് ഈറ്റൻ സോർ. ഇപ്പോൾ പുളിച്ചത് കെട്ടൽ, തേട്ടി വരലൊക്കെ എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട്. തിന്ന ഭക്ഷണം അത് പിന്നെയും വരുന്നു, പുളിച്ച ഭക്ഷണം അങ്ങനെയൊക്കെ. വാട്ടർ ബ്ലാഷ്, ഹാർട്ട് ബേൺ, നെഞ്ചെരിവ് എരിക്കൽ ഏരിയയിൽ തേട്ടി വരലൊക്കെ ഉണ്ട്. ഹിക്കഫ്, എക്കിള്. അടുത്ത കാലത്തൊരു പ്രശ്നമുണ്ടായി. എൻ്റെ ഒരു സുഹൃത്താണ്, എക്കിള് വന്നു. സാധാരണ എന്നെ അറിയാവുന്നവരും അയൽവക്കത്തൊക്കെ ഉള്ളവരും എക്കിളൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത് വരും. നമ്മൾ മാക്ഫോസ് ബയോകെമിക്ക് കൊടുത്ത് ഇത്തിരി ചൂടുവെള്ളം കുടിക്കാൻ പറഞ്ഞാൽ അത് 1-2 ഡോസ് കുടിക്കുമ്പോൾ മാറിപ്പോവും. മറ്റ് പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ. ഈ ദേഹം അത് ചെയ്യാതെ അടുത്തുള്ള ഒരു ചെറിയൊരു ക്ലിനിക്കിൽ പോയി ഇഞ്ചക്ഷൻ വെച്ചു. എന്തിനാണാവോ ഇഞ്ചക്ഷൻ വെച്ചത്? ഇയാളാണെങ്കിൽ ഒരു ക്യാൻസർ സർവൈവറാണ്. ഇഞ്ചക്ഷൻ വെച്ചു. ഇഞ്ചക്ഷൻ വെച്ചിട്ട് മാറുമില്ല, ഇല്ലാത്ത പരിഭ്രമം. വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ മാക്ഫോസോട് ഇനിയിപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കഴിച്ച ശേഷം എന്ത് ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇത് ബയോകെമിക്കാണ്, മാക്ഫോസാണ്, കുഴപ്പമില്ലാത്ത സാധനമാണ്, സേഫാണ്, കഴിച്ചതെന്ന് പറഞ്ഞ് കൊടുത്തു. 2-3 ഡോസ് കഴിച്ചപ്പോഴേക്കും ആ പ്രശ്നം മാറിപ്പോയി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് അതിനെ വലിയ കുഴപ്പമാക്കി കൊണ്ടുവരികയാണ്. ഫുൾനെസ് ഇൻ സ്റ്റൊമക്ക് ആഫ്റ്റർ ഈറ്റിംഗ്, ലോത്തിങ് ഓഫ് ഫുഡ്. വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ ആഹാരം കഴിച്ച ശേഷം വയറ് വല്ലാതെ, ആഹാരം കഴിക്കുമ്പോൾ വയറ് നിറയും. ഇതങ്ങനെയല്ല, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വല്ലാതെ നിറയും. പിന്നെ ആഹാരത്തോട് ഉറപ്പ്, വിരക്തി. നോസി ഇൻ ദ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്, വൈൽ ഈറ്റിംഗ്, ആഫ്റ്റർ ഈറ്റിംഗ്, ബെറ്റർ ആഫ്റ്റർ എംപ്റ്റി റൊട്ടേഷൻസ്, ഡ്യൂറിങ് ഹെഡ് ഏക്ക്, വൈൽ വാക്കിംഗ്. അപ്പോൾ ഓക്കാനം എല്ലാ തരത്തിലും ഉണ്ടാകും. പ്രഭാതത്തിൽ അത് ഇറ്റാലിസാണ്, പ്രഭാതത്തിൽ കൂടുതലും. ഉച്ച കഴിഞ്ഞ് സായാഹ്നത്തിനും രാത്രിയിലൊക്കെ ഉണ്ട്. ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിച്ച ശേഷമുണ്ട്. പക്ഷേ ഒരു ഏമ്പക്കം, എക്കിളൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് കുറവ് കിട്ടും. തലവേദനയുള്ളപ്പോൾ ഉണ്ട്. നടക്കാൻ നേരത്തുണ്ട്. പെയിൻ സ്റ്റൊമക്ക് ഈവനിങ് ആൻഡ് നൈറ്റ്, ആഫ്റ്റർ കോൾഡ് ഡ്രിങ്ക്സ്, ഓൺ കോഫിംഗ്, ആഫ്റ്റർ ഈറ്റിംഗ്, വൈൽ വാക്കിംഗ് ഇൻ ദ ഓപ്പൺ എയർ. വയറുവേദന എങ്ങനെയൊക്കെയാണ്? സായാഹ്നത്തിൽ, രാത്രിയിൽ തണുപ്പുള്ള പാനീയങ്ങൾ കഴിക്കുമ്പോൾ, ചുമക്കുമ്പോൾ, ആഹാരം കഴിച്ചു കഴിഞ്ഞ് തുറസായ വയൽ നടക്കുമ്പോഴൊക്കെ വേദന. ദ പെയിൻസ് ആർ ബേണിംഗ്, ക്രാമ്പിംഗ്, കട്ടിംഗ്, പ്രസ്സിംഗ്, ബ്രൂസ്ഡ് ആൻഡ് സ്റ്റിച്ചിങ്, പ്രസ്സിംഗ് പെയിൻസ് ഇൻ ഈവനിങ്, ആഫ്റ്റർ ഈറ്റിംഗ്, ലൈക്ക് എ വെയിറ്റ്. അപ്പോൾ വയറിലെ വേദന എന്തൊക്കെ പ്രയാസങ്ങളാണ്. വയറിൽ ഭാരമുള്ള പോലെ, കുത്തുന്ന പോലെ, അമർത്തുന്ന പോലെ, എല്ലാത്തത്ര വേദനയുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. വയറിലിങ്ങനെ കുറച്ച് പ്രശ്നമുണ്ടായി, ഒരു പൊള്ളലൊക്കെ ഉണ്ടായി. നേരെ ഏറ്റവും വലിയ ആശുപത്രി കൊണ്ടുപോയി. അവസാനം ക്യാൻസർ. ഇപ്പോൾ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം കണ്ട സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തൊക്കെ ആയി. വാസ്തവത്തിലുള്ള ക്യാൻസറിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെയും അത് അതിൻ്റെ ഒരു വല്ലാതെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കാത്തൊരവസ്ഥ. ഈ കേസിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ കണ്ടതാണ്, റേഡിയോളജി റിപ്പോർട്ട് കണ്ടതാണ്. അതിലൊന്നും സ്ട്രക്ചറൽ ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല. ചില തടിപ്പ്, ലീഷൻ, അത്രയൊക്കെ ഉള്ളൂ. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ പോലും നമ്മളതൊന്നും അറിയുന്നില്ല. ടോട്ടാലിറ്റി ടെൻഡൻസി കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ലീഷനും ട്യൂമറും ചപ്പും ചോറൊക്കെ മാറിപ്പോവും. ആ സ്ട്രക്ചറൽ ചേഞ്ചസ്, ഓർഗാനിക് ചേഞ്ചസ് വന്ന അവസ്ഥയിൽ മാത്രമേ ചിലപ്പോൾ പാലിയേഷനിലേക്ക് നമുക്ക് പോകേണ്ട അവസ്ഥ വരാറുള്ളൂ. ഇത്തരം അറിവ്, ഇത്തരം പ്രശ്നങ്ങളുള്ള ഔഷധങ്ങളെക്കുറിച്ചുള്ള നല്ല വിശദമായ അറിവുകൾ നിങ്ങൾ നേടിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സെൻസേഷൻ ഓഫ് സ്റ്റോൺ ഇൻ സ്റ്റൊമക്ക്, മാർക്ക് സെൻസേഷൻ ഓഫ് ടെൻഷൻ, വയറിൽ കല്ലിരിക്കുന്നത് പോലെ, വയറ് വല്ലാത്ത വലിവ്. തേഴ്സ്റ്റ് ആഫ്റ്റർനൂൺ ആൻഡ് നൈറ്റ്, ബേണിംഗ് തേഴ്സ്റ്റ്, എക്സ്ട്രീം തേഴ്സ്റ്റ്, ദാഹം എല്ലാ തരത്തിലുണ്ട്. ഉച്ചകഴിഞ്ഞ് രാത്രിയിലൊക്കെ ഉണ്ട്. പൊള്ളുന്നുള്ള ദാഹം, അങ്ങേറ്റ ദാഹം. അപ്പോൾ ബേണിംഗ് തേഴ്സ്റ്റും എക്സ്ട്രീം തേഴ്സ്റ്റും ഇവിടെ ഇറ്റാലിസിലാണ്. വോമിറ്റിംഗ് മോർണിംഗ് ആൻഡ് നൈറ്റ്, ഓൺ കോഫിംഗ് ആഫ്റ്റർ ഡ്രിങ്കിങ്, ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്യൂറിംഗ് ഹെഡ് ഏക്ക്, ആഫ്റ്റർ മിൽക്ക്, വോമിറ്റിംഗ് ബൈൽ, ബിറ്റർ സബ്സ്റ്റൻസ്, ബ്ലാക്ക് ബ്ലഡ്, ഫുഡ്, മ്യൂക്കസ്, വാട്ടറി സബ്സ്റ്റൻസ്. ആ ഛർദിലെ തന്നെ കണ്ടില്ലേ, ആൾക്കാർ പേടിച്ച് നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകും. പ്രഭാതത്തിൽ, രാത്രിയിൽ ചുമക്കുമ്പോൾ
എന്തെങ്കിലും കുടിക്കുമ്പോൾ, ആഹാരം കഴിച്ചു കഴിഞ്ഞ് തലവേദന ഉള്ളപ്പോൾ, പാല് കുടിച്ചു കഴിയുമ്പോൾ, ഇനി മഞ്ഞവെള്ളം അല്ലെങ്കിൽ പിത്തരസം ഛർദ്ദിച്ചു പോകുന്നു, പിത്തമുള്ള കയ്പുള്ള സാധനം ഛർദ്ദിക്കുന്നു, ബ്ലാക്ക് ബ്ലഡ് കറുത്ത നിറത്തിലുള്ള ചോര ഛർദ്ദിക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങേയറ്റത്തെ ചിന്തയാണ് വരുന്നത്. ആഹാരം ഛർദ്ദിച്ചു പോകുന്നു, കഫം ഛർദ്ദിച്ചു പോകുന്നു, വെള്ളം പോലുള്ള സാധനം ഛർദ്ദിച്ചു പോകുന്നു. ഇനി കരളുമായിട്ട് അടിവേറുകൊണ്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ദ അബ്ഡമൻ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അടിവേറിങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നു. ഡ്രോപ്സി ഓഫ് അബ്ഡമൻ, അടിവേറ്റ് വെള്ളം കിട്ടിയൊരവസ്ഥ. എൻലാർജ് ലിവർ, കരൾ വലുതായിരിക്കുന്നു. ഫ്ലാറ്റ്നെസ് വിത്ത് മച്ച് റംബ്ലിംഗ് ആൻഡ് ഫുൾനെസ്, വായു വന്ന് വിങ്ങി അവിടെ ആകെ ഇരമ്പൽ നിറഞ്ഞിരിക്കല്. ദ അബ്ഡമൻ ഈസ് വെരി ഹാർഡ്, ലിവർ ഈസ് ഹാർഡ്, അടിവയറും കരളും വല്ലാതെ കട്ടിയായി കല്ലിച്ചിരിക്കുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരിട്ടോണിയം, സെൻസേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ ദ അബ്ഡമൻ ആൻഡ് ഫ്ലാറ്റസ്. വയറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഉദരസ്ഥലത്തിലും അവിടെയൊക്കെ എന്തൊക്കെ വീക്കം, അത് ഇത് കല്ലിക്കലൊക്കെ ഉണ്ട്. പെയിൻ മോർണിംഗ് ആൻഡ് നൈറ്റ്, പെയിൻ ബിഫോർ മെൻസസ്, പ്രഭാതത്തിനും രാത്രിയും ആർത്തവത്തിന് മുമ്പും. പെയിൻ ഇൻ റൈറ്റ് ഹൈപ്പോകോൺട്രിയം, അടിവയറിൻ്റെ വലതുവശത്ത് വേദന. പെയിൻ ഇൻ ലിവർ, കരളിൽ വേദന. കരളിൽ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് വലിയ പ്രശ്നമാണ്. ആൻഡ് ഇൻ ദ ഇഞ്ചിനൽ റീജിയൻ ദ പെയിൻസ് ആർ ബേണിംഗ്, ക്രാമ്പിംഗ്, കട്ടിംഗ്, പ്രസ്സിംഗ്, സ്റ്റിച്ചിങ്, ടിയറിംഗ്, ട്വിസ്റ്റിംഗ്, സ്റ്റിച്ചിങ് പെയിൻ ഇൻസൈഡ് ദ അബ്ഡമൻ ആൻഡ് ലിവർ. കണ്ടോ, കരളിൻ്റെ അടിവയറിൻ്റെ ഭാഗത്ത് ഇല്ലാത്ത വേദനയില്ല. മാർക്ഡ് ടെൻഷൻ ഇൻ അബ്ഡമൻ, ടിംഫാറ്റിക് അബ്ഡമൻ, അടിവയർ വീർത്തിരിക്കുന്നു, അവിടെ വല്ലാതെ വലിച്ചിലൊക്കെ ഉണ്ട്. എത്രയോ ലക്ഷണങ്ങളാണ്. പർട്ടിക്കുലർ സിംറ്റംസ് ആണെങ്കിലും ഞാനത് പൂർണ്ണമായിട്ടും വായിക്കാമെന്ന് വിചാരിച്ചത് ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ലെങ്കിൽ പോലും ഇപ്പം ആളുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്കും ക്യാൻസർ സെൻ്ററിലേക്കും മറ്റു ട്രാൻസ്പ്ലാന്റേഷൻ സെൻ്ററിലേക്കൊക്കെ ഓടുന്നത് ഇത്തരം നിസ്സാര പ്രശ്നങ്ങളാണ് പലപ്പോഴും. ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ ഗൗരവമില്ലാത്ത കാര്യങ്ങളാണ്. ശരിയായ രീതിയിൽ സമീപിച്ചാൽ, ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ വളരെ എളുപ്പത്തിൽ സുഖപ്പെടുത്താവുന്ന കേസുകളൊക്കെ ഇങ്ങനെ ഓടുന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നതാണ് ഞാനത് വായിച്ചത്. ഇതേപോലുള്ള കാര്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകൾ കേൾക്കാം. ഇത് നിങ്ങളെ ശാക്തീകരിക്കണം, നിങ്ങളെ ധൈര്യപ്പെടുത്തണം, പ്രാക്ടീസിൽ നിങ്ങൾ വിജയം നേടണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.